കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ നേതാക്കളുടെ നെഞ്ചിടിപ്പേറ്റി സസ്പെൻസ് അങ്ങനെ മുറുകുന്നു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ കൂടിക്കാഴ്ച 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. കോൺഗ്രസ് കേന്ദ്ര നിരീക്ഷകർക്കൊപ്പം ചാർട്ടേഡ് വിമാനത്തിൽ KC വേണുഗോപാലും വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങും. VD സതീശൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. തിരുവനന്തപുരത്തെ വസതിയിൽ തുടരുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിനെ കാണാൻ കൂടുതൽ നേതാക്കളും പ്രവർത്തകരും രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നിശ്ചയിച്ച കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വൈകുമെന്ന തലസ്ഥാനത്തുനിന്ന് സൂചനകൾ വരുന്നു. ഡൽഹിയിൽ നിന്ന് വിനീത വിജി വീണ്ടും ചേരും. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദിരാഭവന് മുന്നിൽ നിന്ന് കാശ്മീർ താജ് ഇബ്രാഹിം, അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട്. അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ കന്റോൺമെൻറ് ഹൗസിന് മുന്നിൽ നിന്ന് R ശ്രീജിത്ത്, രമേശ് ചെന്നിത്തല വസതിക്ക് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തറും ചേരും. ആദ്യം ഡൽഹിയിലേക്ക് വിനീത വിജി ചേരുന്നു. വിനീത, യഥാർത്ഥത്തിൽ ഈ സസ്പെൻസ് ഇങ്ങനെ മുറുക്കി ആൾക്കാർക്ക് ടെൻഷൻ ഇങ്ങനെ കയറുക, BP ഒക്കെ ഷൂട്ടപ്പ് ആകുന്നുണ്ട് പലർക്കും. പറയൂ. തുടക്കം മുതൽ തന്നെ സസ്പെൻസ് ആണ്. ഇതാ ഒടുക്കത്തിലേക്ക് എത്തുമ്പോൾ സസ്പെൻസ് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻവശമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അകത്ത് KC വേണുഗോപാൽ ഉണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഏതാണ്ട് 1 മണിക്കൂറോളം പിന്നിടുകയാണ്. നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളവും ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകം തന്നെയാണ്. അവസാന നിമിഷവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് RCയുടെയും VDയുടെയും KCയുടെയും ഒക്കെയുള്ള ക്യാമ്പുകൾ. ഞങ്ങൾക്ക് അനുകൂലമാകും ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 നേതാക്കളും ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ തന്നെ KC വേണുഗോപാലിനോട് നമ്മൾ പ്രതികരണം തേടിയതാണ്. പക്ഷേ അദ്ദേഹം സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് നേരെ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നേരെ ഈ വസതിക്കുള്ളിലേക്ക് കയറുകയും പിന്നാലെ വാഹനം പുറത്തേക്ക് ഇറക്കി ഇടുകയും ചെയ്തിരിക്കുകയാണ്. ആ വാഹനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിയ വാഹനമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് ആ വാഹനം. ഇന്ന് ഡ്രൈവർ വരാൻ വൈകിയതിനെ തുടർന്ന് പെട്ടെന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ഈ കൂടിക്കാഴ്ചയ്ക്കായി നിർദ്ദേശിക്കുകയും പെട്ടെന്ന് വസതിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഡ്രൈവറല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായ സ്റ്റാഫാണ് ആ വാഹനം എടുത്ത് വേഗം KC വേണുഗോപാലിനെ ഈ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിക്കുകയും പിന്നാലെ വാഹനം പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. ഇങ്ങനെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്താകും അന്തിമ തീരുമാനമെന്നടക്കം കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനം അറിയാൻ നമ്മളൊരല്പം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ KC വേണുഗോപാൽ അല്പസമയത്തേക്കും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കിപ്പോൾ KC വേണുഗോപാലിന്റെ വാഹനം കാണാൻ കഴിയുന്നുണ്ട്. വാഹനം വീണ്ടും ഉള്ളിലേക്ക് കയറുകയാണ്. KC വേണുഗോപാൽ കൂടിക്കാഴ്ച പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. SKN അങ്ങനെയെങ്കിൽ 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച, നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ നടന്നത്. ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ പ്രതികരണം തേടിയിരുന്നു KC വേണുഗോപാലിന്റെ. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. KC വേണുഗോപാലിന്റെ വാഹനം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടിക്കാഴ്ച പൂർത്തിയാക്കി അല്പസമയത്തിനകം KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. പക്ഷേ പൊതുവെ അദ്ദേഹം ഇന്ന് സംസാരിക്കാൻ ഇടയില്ലെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിനോടകം 2 തവണ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ വസതിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞു. പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതാ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാഹനം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സെക്യൂരിറ്റി ക്രമീകരണങ്ങളുണ്ട് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മറ്റുമായി. അദ്ദേഹത്തിന്റെ വാഹനം അതിന്റെ ഭാഗമായിട്ടുള്ള സെക്യൂരിറ്റി നടപടികൾ പൂർത്തിയാക്കുകയാണ്. അതിനുശേഷം വാഹനം നേരെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് ഉള്ളിലേക്ക് കയറുകയും KC വേണുഗോപാലുമായി അധികം വൈകാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. SKN 1 മണിക്കൂർ പിന്നിട്ട നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ഇതാ പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങും. ശേഷം അദ്ദേഹം കേരളത്തിലേക്കാണോ എന്നടക്കമുള്ള ചില ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഏതാണെങ്കിലും നേരത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഈ ദീപാദാസ് മുൻഷിക്കൊപ്പം ഒരു ചാർട്ടേഡ് വിമാനത്തിൽ KC വേണുഗോപാലും ഇന്ന് വൈകിട്ടോടെ കേരളത്തിലേക്ക് എത്തിയേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്.
ഏതാണെങ്കിലും ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇതാ KC വേണുഗോപാലിന്റെ വാഹനം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ നിൽക്കുകയാണ്. KC വേണുഗോപാലിന്റെ ചർച്ചകൾ പൂർത്തിയാക്കി അദ്ദേഹവുമായി അല്പസമയത്തിനകം തന്നെ വാഹനം പുറത്തേക്ക് മടങ്ങും. ഒരുപക്ഷെ അദ്ദേഹം ഇനി നേരെ വീട്ടിലേക്കാണോ പോകുന്നത്, അല്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും കൂടിക്കാഴ്ചകളുണ്ടോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ പ്രഖ്യാപനത്തിന് മുൻപ് രാഹുൽ ഗാന്ധി നേതാക്കളുമൊക്കെയായി സംസാരിച്ചേക്കുമെന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ നേതാക്കളുമായി നേരിട്ട് സംസാരിക്കുകയും ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ KC വേണുഗോപാലിനെ വിളിപ്പിച്ചേക്കും, സംസാരിച്ചേക്കുമെന്ന തരത്തിലേക്കുള്ള ചില വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനത്തിന് ഏതാണ്ട് മണിക്കൂറുകൾ മുമ്പായി നടക്കുന്ന നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം KC വേണുഗോപാലിന്റെ വാഹനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുൻപിലാണ് ആ വാഹനമുള്ളത്. ചില സെക്യൂരിറ്റി ക്രമീകരണങ്ങൾ, ചില സെക്യൂരിറ്റി പരിശോധനകളുണ്ട്. ആ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ആ വാഹനം അകത്തേക്ക് പ്രവേശിക്കാൻ ഈ പുറത്തുള്ള ഈ ഉദ്യോഗസ്ഥർ അനുവാദം നൽകും. അനുവാദം നൽകിയതിനു ശേഷം വാഹനം നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കും. പ്രവേശിച്ചാൽ വാഹനം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. KC വേണുഗോപാലിന്റെ വാഹനം ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കൂടിക്കാഴ്ച പൂർത്തിയാക്കി KC വേണുഗോപാൽ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായിരിക്കും KC വേണുഗോപാലിന്റെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് സംസാരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നിശ്ചയമില്ല. നേരത്തെ നമ്മൾ ഈ കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നുവെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല, പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. കൂടിക്കാഴ്ച ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം അകത്തേക്ക് മറ്റ് സെക്യൂരിറ്റി നടപടികൾ പൂർത്തിയാക്കി വാഹനം അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹം നേരെ വീട്ടിലേക്കാണോ പോകുന്നത്, അതോ ഇനി മറ്റേതെങ്കിലും കൂടിക്കാഴ്ച നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. SKN 3-ൽ മുഖ്യൻ ആരെന്നറിയാൻ ഇനി ഒരു അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നടത്തിയ ചർച്ച അവസാനിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. KC വേണുഗോപാലുമായി 1 മണിക്കൂറിന് മുമ്പാണ് ചർച്ച ആരംഭിച്ചത്. എന്താണ് ചർച്ചയുടെ ഐഡിയ എന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം സസ്പെൻസ് വല്ലാതെ മുറുകുന്നു എന്ന് വേണം കരുതാൻ. ഒരു സ്ഥലത്തു നിന്നും ഒരു വിവരവും ലഭിക്കുന്നില്ല. 3 പേരിൽ ആരാവും മുഖ്യമന്ത്രി എന്ന് ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ VD സതീശനാണോ KC വേണുഗോപാലാണോ അതല്ല രമേശ് ചെന്നിത്തലയാണോ, ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന കഥകളൊക്കെ തന്നെ ഊഹങ്ങളാണ്. എന്നാൽ ചില ഘടകകക്ഷികളൊക്കെ തന്നെ ഒരാളിൽ പ്രതീക്ഷ വയ്ക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.